ലോകത്തിൽ ആദ്യമായിട്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു ഫീച്ചർ ഫിലിം എഡിറ്റ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ലോകത്തിൽ ആദ്യമായിട്ട് ഒരു ഫീച്ചർ ഫിലിം കളർ ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം FCP10. ഇപ്പം ഞാനൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങി ഏകദേശം ഒരു 23 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ സമയത്ത് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫൈനൽ കട്ട് പ്രോ ആയിരുന്നു. ഇതിന്റെ സോഫ്റ്റ്വെയർ ബണ്ടിലിന്റെ കോസ്റ്റ് വാസ് അറൌണ്ട് ഒരു 1.5 lakhs കോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ ആവിഡിന്റെ മീഡിയ കമ്പോസർ മാതിരിയുള്ള സോഫ്റ്റ്വെയറിന്റെ അതിന്റെ കോസ്റ്റ് ഏകദേശം ഒരു 48 ലക്ഷം രൂപയോളം വരും. അപ്പൊ ഒരു ആവറേജ് ഒരു 10-15 ലക്ഷം രൂപയോളം സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന ഒരു പ്രോപ്പർ സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോഴും 10,000 രൂപയുടെ സോഫ്റ്റ്വെയറും നമുക്ക് ക്രാക്ക് ചെയ്താൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരു ക്രാക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആരെങ്കിലും വന്നിട്ട് റൈഡ് ചെയ്യോ പിടിച്ചുകൊണ്ട് പോവോ എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സാർ കുറേ സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു ടെക്നീഷ്യനോട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്, ടൂളാണോ ക്രാഫ്റ്റ് ആണോ ഇമ്പോർട്ടൻറ്റ്? അതായത് ഇപ്പം സാറിനെ സംബന്ധിച്ച് കുറേ സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, എഡിറ്റ് ചെയ്തിട്ടുണ്ട്, കളറിസ്റ്റായിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സിനിമയിൽ ഉപയോഗിക്കുന്ന ആ ടൂൾ, ക്യാമറയാണെങ്കിൽ ക്യാമറ, എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ സോഫ്റ്റ്വെയർ, അതോ ആ എഡിറ്ററിൻ്റെ കഴിവാണോ ഇമ്പോർട്ടൻറ്റ്? ഇത് വളരെ റെഗുലറായിട്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എൻ്റെ കരിയർ ത്രൂ ഔട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ബേസിക്കലി ഞാൻ വളരെ ടെക് അഗ്രസീവ് ആയിട്ടുള്ള ഒരാളും കൂടി ആയതുകൊണ്ട് ആയിരിക്കും പലപ്പോഴും ആൾക്കാർ ഇത് ചോദിക്കാറുള്ളത്. ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു പേഴ്സ്പെക്റ്റീവാണ്. ഞാൻ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ അവരെയാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ളൂ, ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. അതിപ്പം ഒരു ഇൻഡസ്ട്രി തന്നെയല്ലേ, ഇപ്പം സിനിമ ഇൻഡസ്ട്രി ആണെങ്കിലും മീഡിയ ഇൻഡസ്ട്രി ആണെങ്കിലും, ഇനി ഈവൻ മീഡിയയുടെ തന്നെ പല സബ് സെഗ്മെന്റ്സ് ഉണ്ടല്ലോ, ഇൻക്ലൂഡിങ് നമ്മളെ വെഡിങ് ഫോട്ടോഗ്രാഫി ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു കാര്യം ഈ ടൂളാണെന്നാണ്. കാരണം ഈ പ്രത്യേകിച്ച് ഈ വെഡിങ് ഏരിയയിൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ക്യാനൺ ക്യാമറാസ് കത്തി നിന്നൊരു കാലത്ത് പെട്ടെന്ന് സോണി മിറർലെസ് ക്യാമറ കൊണ്ടുവരുമ്പോൾ എല്ലാവരും ആ ക്യാമറ വിറ്റിട്ട് സോണിയിലേക്ക് മാറുകയാണ്. അപ്പം പലപ്പോഴും അതൊരു അപ്പം ഈ ഒരു ആ ടൂളിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അവർ കാണിക്കുന്നുണ്ട് അവരുടെ സെക്ടറൊക്കെ. അപ്പം അങ്ങനെ ഒരു സാധനം സിനിമയിലുണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. ഒത്തിരി ആളുകളുടെ ഇടയിൽ ഈ ഒരു തോട്ടുണ്ട്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്യാമറ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ, അതും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കളർ ഗ്രേഡിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു പർട്ടിക്കുലർ ടൂൾ, ഈ ടൂളാണ് ബേസിക്കലി ഈ ക്വാളിറ്റി ഡെലിവർ ചെയ്യുന്നത് എന്നുള്ളത് അതൊരു ഞാൻ പറയുവാണെങ്കിൽ അതൊരു മിസ്കൺസെപ്ഷൻ ആണെന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ ഒരു തോന്നലാണ്, അല്ലെങ്കിൽ ലെറ്റ്സ് സേ ഒരു മിത്താണ് എന്ന് പറയാൻ പറ്റും. കാരണം ഇതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ടാലൻ്റാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിഫൈൻഡ് സ്റ്റാറ്റസിൽ വരുന്നത്. ഈ വല്ലഭന് പുല്ലുമായുധം എന്നുള്ളത് പണ്ട് തൊട്ടേ നമ്മൾ പറയുന്നൊരു കാര്യമാണ്. ഈ പല ആൾക്കാരും കാണുന്നത് ടെക്നോളജിയെ ഒരു ബോസായിട്ടാണ്. അതായത് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് ടൂൾസും ആയിക്കോട്ടെ, അപ്പോൾ ഇതിനെ ഒരു ബോസായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പലപ്പോഴും എഡിറ്റേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പം അവർ പലപ്പോഴും അവരുപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ ഫൈനൽ കട്ട് പ്രോ എഡിറ്ററാണ്, അല്ലെങ്കിൽ ഞാൻ ആവിഡ് എഡിറ്ററാണ്, അല്ലെങ്കിൽ ഞാൻ പ്രീമിയർ എഡിറ്ററാണ്. അപ്പം ഈ ടൂളിന് അല്ലെങ്കിൽ ഈ ടെക്നോളജിക്ക് ഒരു ബോസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ആ ടൂൾ എന്തോ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഈ കാര്യം കൊണ്ട് തന്നെ പല ആൾക്കാരും വർഷങ്ങളോളം ഇത്തരം ടൂൾസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഫൈനൽ കട്ട് പ്രോയുടെ ലെഗസി വേർഷൻ എൻ്റെ ഒരു അറിവിൽ 2010 സ്റ്റോപ്പ് ചെയ്തത്. ലെഗസി വേർഷൻ എന്ന് പറഞ്ഞാൽ 1 to 7 വേർഷനാണ്. അപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷവും എനിക്ക് തോന്നുന്നു ഇപ്പം 2010 സ്റ്റോപ്പ് ചെയ്ത ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 2024 അല്ലെങ്കിൽ 2025 ഉപയോഗിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമാണ്. ആവറേജ് ആരെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമാണ്. കാരണം 2010 ഒരു ഫോൺ നിർത്തിയിട്ടുണ്ടെങ്കിൽ 2025 അത് ആരും ഉപയോഗിക്കില്ല. പക്ഷെ ഇപ്പോഴും ഈ 2010 നിർത്തിയ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ആളുകൾ ഉള്ള ഒരു സറൗണ്ടിങ്സ് ആണ് നമ്മുടെ, അല്ലെങ്കിൽ ഇത് ഗ്ലോബലി തന്നെ ഉണ്ട് കേട്ടോ. ഒരുപക്ഷെ നമ്മളിവിടെ ഇത് കുറച്ചുകൂടി കൂടുതലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഒരു വാല്യൂ കൊടുക്കുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഒരു ടെക്നീഷ്യൻ ഇതിന്റെ പുറകിൽ പോയി ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു മൈക്കാണ് ഈ എന്താ പറയണ്ട ഒരു സിംഗറിന്റെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ ഏറ്റവും നല്ല മൈക്ക് മേടിച്ചു വെച്ചാൽ എല്ലാ സിംഗേഴ്സും നന്നായിട്ട് സൗണ്ട് റീക്രിയേറ്റ് ചെയ്യുമല്ലോ. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. നമ്മളിപ്പം ചിന്തിക്കുമ്പോൾ ആക്ച്വലി ഒരു എഡിറ്റർ ഇപ്പം പല സെക്ഷനിലുള്ള സെക്ടറിലുള്ള എഡിറ്റേഴ്സിനെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഒരു
എന്താണ് സർട്ടിഫൈഡ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കണം എന്നില്ല. ചിലപ്പോൾ ആൾക്കാർ ക്രാക്ക്ഡ് വെർഷൻസ് ഉപയോഗിക്കാറുണ്ട്. അപ്പം ഒരു സിനിമ എഡിറ്റ് ചെയ്ത ഒരു എഡിറ്റർ അതൊരു എന്താണ് മോണിറ്റൈസേഷൻ ഉള്ള ഒരു ഏരിയ ആണല്ലോ. അപ്പോൾ സിനിമ ഉപയോഗിക്കുന്ന ഒരു എഡിറ്റർ ക്രാക്ക്ഡ് ആപ്ലിക്കേഷൻ ആണോ ഉപയോഗിക്കുന്നത്, അതോ ഫുള്ളി ലൈസൻസ്ഡ് ആപ്പാണോ ഇതിൽ ഉപയോഗിക്കുന്നത്? ഇത് എനിക്ക് തോന്നുന്നു ഓരോ ആൾക്കാരോടും ഇതിനെക്കുറിച്ച് ചോദിക്കേണ്ടി വരുമായിരിക്കും. ഇതിലും ബേസിക്കലി ഒരു ഹിസ്റ്ററി ഉണ്ട് ശരിക്കും. ഇപ്പം ഞാനൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങി ഏകദേശം ഒരു 23 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഒരു ആവറേജ് ഒരു ഏറ്റവും ചീപ്പ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ സമയത്ത് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫൈനൽ കട്ട് പ്രോ ആയിരുന്നു. ഫൈനൽ കട്ട് പ്രോയുടെ ലെഗസി വേർഷൻസ്. ഇതിന്റെ സോഫ്റ്റ്വെയർ ബണ്ടിലിന്റെ കോസ്റ്റ് വാസ് അറൌണ്ട് ഒരു 1.5 lakhs കോസ്റ്റ് ഉണ്ടായിരുന്നു. ആ സോഫ്റ്റ്വെയറിന്റെ കോസ്റ്റ് ഉണ്ട് 23 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ ആ സമയത്ത് തന്നെ ആവിഡിന്റെ മീഡിയ കമ്പോസർ മാതിരിയുള്ള സോഫ്റ്റ്വെയറിന്റെ അതൊരു സോഫ്റ്റ്വെയർ പ്ലസ് ഒരു സിസ്റ്റമാണ് വന്നിരുന്നത്. അതിന്റെ കോസ്റ്റ് ഏകദേശം ഒരു 48 ലക്ഷം രൂപയോളം വരുമായിരുന്നു. അത്രയും കോസ്റ്റ് അതിനുണ്ടായിരുന്നു. അപ്പോൾ ഒരു ആവറേജ് ഒരു 10-15 ലക്ഷം രൂപയോളം സ്പെൻഡ് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ബെയർ മിനിമം ഒരു 6-7 lakhs എങ്കിലും സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന ഒരു പ്രോപ്പർ സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അവിടെ തന്നെ ഇപ്പൊ അതിന് കൂടെ ഏതെങ്കിലും ഒരു അഡീഷണൽ ടൂൾ നമ്മൾ ഉപയോഗിക്കണം എന്ന് വിചാരിക്കും. ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്ലഗിൻസ്. അതെ അതെ, അന്നൊന്നും ലക്സ് ഇല്ല, പല ചെറിയ ചെറിയ എഫക്ട്സ് ഒക്കെ, ട്രാൻസിഷൻസ് എഫക്ട്സ്, അതെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഇതിന്റെ പാക്കേജുകളും വളരെ കോസ്റ്റ്ലി. ചിലപ്പം അത് ലക്ഷക്കണക്കിന് രൂപ ഇങ്ങനെയൊക്കെയായിരുന്നു ഇതിന്റെ വന്നിരുന്നത്. അതേസമയം ഗ്രാജുവലി എന്താണ് ഈ ഡിജിറ്റൽ ട്രാൻസിഷൻ വന്നപ്പം സംഭവിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ, ഈ ആപ്ലിക്കേഷൻസിന്റെ ഒക്കെ കോസ്റ്റ് വല്ലാതെ കുറഞ്ഞു. ഇപ്പം 1.5 ലക്ഷം രൂപ നിന്നിരുന്ന ഫൈനൽ കട്ട് പ്രോ എന്നുള്ള ആപ്ലിക്കേഷന്റെ നിലവിലുള്ള കോസ്റ്റ് ഈസ് അറൌണ്ട് ലെസ് ദാൻ 35,000 ആണ്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കൂടുതൽ കോസ്റ്റ്ലി ആയിട്ട് നിന്നിരുന്ന ഡാവിഞ്ചി റിസോൾവ് എന്നുള്ള ഡാവിഞ്ചി റിസോൾവും അറൌണ്ട് ഒരു 35,000 ഈ സോഫ്റ്റ്വെയറിന്റെ കോസ്റ്റ് വന്നു. അപ്പൊ ഇതിന് ഹാർഡ്വെയർ നമ്മൾക്ക് പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ കയ്യിൽ 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 5 ലക്ഷം രൂപയുടെ ഹാർഡ്വെയർ കോൺഫിഗർ ചെയ്യാം. നമ്മുടെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപയുടെ ഹാർഡ്വെയർ കോൺഫിഗർ ചെയ്യാം എന്നുള്ള രീതിയിലോട്ട് വന്നു. അത് മാത്രമല്ല ചെറിയ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇപ്പം ഇതിന്റെ കൂടെ ഉപയോഗിക്കുന്ന ചെറിയ സപ്പോർട്ടിങ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ സപ്പോർട്ടിങ് ആപ്ലിക്കേഷൻസിന്റെ ഒക്കെ കോസ്റ്റ് കുറഞ്ഞ് 600-700 രൂപ വരെ ആയിട്ടുണ്ട്. പക്ഷേ ഇതിന് ഒരു മെന്റാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പണ്ടേ നമ്മൾ ക്രാക്ക് ചെയ്ത് ശീലിച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പോഴും 10,000 രൂപയുടെ സോഫ്റ്റ്വെയറും നമുക്ക് ക്രാക്ക് ചെയ്താൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ആ ചിന്താഗതി മാറാതെ ഇത് മാറില്ല. അതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ക്രാക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആരെങ്കിലും വന്നിട്ട് റൈഡ് ചെയ്യോ പിടിച്ചുകൊണ്ട് പോവോ എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫയൽ കട്ട് പ്രോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷന് തന്നെ എടുക്കും. ഈ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 6 മാസത്തിൽ ഒരിക്കലായിരുന്നു ഒരു അപ്ഡേഷൻ വരുന്നത്. ഇവരുടെ ഒരു പുതിയ വേർഷൻ വരണം. ഇതിന്റെ അപ്ഡേഷൻ പിന്നെ 6 മാസത്തിലൊരിക്കൽ, ചിലപ്പോൾ 1 വർഷത്തിലൊരിക്കൽ, ചിലപ്പോൾ 1.5 വർഷത്തിലൊരിക്കലാണ്. അപ്പൊ ആ സമയത്ത് 1.5 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ കുറച്ച് അപ്ഗ്രേഡേഷൻ പരിപാടികളൊക്കെ ചെയ്യണം. അപ്പൊ ക്രാക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണെങ്കിൽ പൊതുവെ ഇത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ വേണം. അപ്പൊ അവരെ വിളിച്ചിട്ട് 1 വർഷത്തിലൊരിക്കൽ പറയുകയാണ് നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നിലവിൽ പലപ്പോഴും പല സോഫ്റ്റ്വെയർസ്, ഇപ്പോൾ ഡാവിഞ്ചി റിസോൾവ് ആയിക്കോട്ടെ, ഫൈനൽ കട്ട് പ്രോ ആയിക്കോട്ടെ, ഇതിന്റെ അപ്ഗ്രേഡേഷൻ എന്ന് പറഞ്ഞാൽ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഓരോ പുതിയ വേർഷൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ വളരെ അപ്ഡേറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. ഞാനൊരു ക്രാക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അപ്ഡേഷൻ ചെയ്യണമെങ്കിൽ തിരിച്ച് എനിക്ക് ഈ ക്രാക്ക് ചെയ്ത് തന്ന ആളുടെ സഹായം വേണം, അല്ലെങ്കിൽ ഞാനിത് ചെയ്യാൻ വേണ്ടി ബ്രില്യൻ്റ് ആയിരിക്കും. അപ്പൊ അത് മാത്രമല്ല കുറെ റിസ്ക് എടുത്തിട്ട് വേണം ഈ ക്രാക്ക് സോഫ്റ്റ്വെയർസ് തിരിച്ച് രണ്ടാമതൊന്ന് റീഇൻസ്റ്റാൾ ചെയ്യാൻ. ആ സമയത്ത് റണ്ണിങ് പ്രോജക്ട്സ് ഉണ്ട്. അതേസമയം ലൈസൻസ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ മിക്കവാറും സോഫ്റ്റ്വെയർസിന്റെ ലൈസൻസ് 1 ടൈം ലൈസൻസ് ആണ്. ജസ്റ്റ് ഒരു സിംഗിൾ ക്ലിക്കിൽ ഒരു ഫ്യൂ മിനിറ്റ്സിൽ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയി, നമുക്ക് വേറെ ബഗ്ഗോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇനി ഈ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഞാൻ കണ്ടിട്ടുള്ള വേറെ കുറെ ഒരു കാറ്റഗറി ഓഫ് ആളുകളുണ്ട്. ഇവർ ഇനിഷ്യൽ ഫേസിൽ, അവരുടെ കരിയറിന്റെ ഇനിഷ്യൽ ഫേസിൽ പലപ്പോഴും ചിലപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഇപ്പോൾ 35,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപ സ്പെൻഡ് ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മണി ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യലി ഒരു ക്രാക്ട് സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇതിനെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് ഉപയോഗിക്കും. പക്ഷെ ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം അവർക്ക് അത്യാവശ്യം പൈസയൊക്കെ ആയതിനു ശേഷം സ്വയം അവരുടെ ഉള്ളിൽ ഒരു ചെറിയൊരു കുറ്റബോധം എനിക്ക് തോന്നി തുടങ്ങുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പല ആൾക്കാരും അവരെന്തായാലും ഈ പൈസ വെച്ച് കുറച്ച് പൈസ ഉണ്ടാക്കിയല്ലോ, അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയറിന്റെ കോസ്റ്റ് വെച്ച്, അതുകൊണ്ട് അവർ ആ സോഫ്റ്റ്വെയറിനെ പർച്ചേസ് ചെയ്യുകയും ലീഗലായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഇങ്ങനെ 3 കാറ്റഗറി ഓഫ്
ആൾക്കാരും ഉണ്ട്, ഇതിന് 3 കാറ്റഗറി ഓഫ് ഓപ്ഷൻസും ഉണ്ട്. പിന്നെ നിലവിലെ സോഫ്റ്റ്വെയർ പർച്ചേസുകൾ എന്ന് പറയുന്നത് അത്ര ഒരു ബംബാർഡിങ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലൈസൻസ് സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും എല്ലാ രീതിയിലും നല്ലത്. ശ്രീവൻ സാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആപ്പിൾ സർട്ടിഫൈഡ് പ്രൊഫഷണലാണ്, അതായത് FCP സർട്ടിഫൈഡ് പ്രൊഫഷണൽ. അപ്പൊ എന്താണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ, എങ്ങനെയാണ് ആ സർട്ടിഫിക്കേഷൻ കിട്ടിയത്? ആപ്പിളിന്റെ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആപ്പിൾ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടെക്നോളജിയിൽ അവരുടെ കണക്കിൽ ബ്രില്യൻ്റ് ആണ് എന്ന് തോന്നുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കേഷനാണ്. അതിന് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയേഴ്സ് എല്ലാം നമ്മൾ പാസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ സർട്ടിഫിക്കേഷൻ കിട്ടുന്നത്. അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് ഒരു ഓൺലൈൻ എക്സാം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ഓൺലൈൻ എക്സാം റെഗുലറായിട്ട് നമ്മൾ കാണുന്ന ഇപ്പം യൂണിവേഴ്സിറ്റി എക്സാംസ് മാതിരി അത്ര ഈസി ആയിട്ടുള്ള ഒരു എക്സാം അല്ല. അത് ഇതിൻ്റെ ഹാർഡ് കോർ ലെവലിലുള്ളൊരു നോളജ് ഈ പർട്ടിക്കുലർ പ്രൊഫഷണലി ആ ആപ്ലിക്കേഷനെ പറ്റിയിട്ടുള്ള എല്ലാ വിവരവും വേണം. തീർച്ചയായിട്ടും. കാരണം ആ ആപ്ലിക്കേഷൻ ആപ്പിളിന് വേണ്ടി ബ്രാൻഡ് ചെയ്യുന്ന ആളുകളാണ് ബേസിക്കലി സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ്. കാരണം ഇപ്പം ഞാനായിക്കോട്ടെ അല്ലെങ്കിൽ വേറൊരാൾക്കായിക്കോട്ടെ ആപ്പിളിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ ആപ്പിളിന്റെ ബാഡ്ജിങ്ങോട് കൂടിയാണ് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ വിസിറ്റിംഗ് കാർഡ്സിൽ ആപ്പിളിന്റെ ലോഗോ ആഡ് ചെയ്യാൻ പറ്റും, നമ്മളുടെ ബാക്കി ഇമെയിലിൽ ആഡ് ചെയ്യാൻ പറ്റും. സോ വിച്ച് മീൻസ് നമ്മൾ ആപ്പിളിന്റെ ഒരു പാർട്ടായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളാണ്. ആ ആളുകൾക്ക് പ്രോപ്പറായിട്ടുള്ള നോളജ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആപ്പിളിന്റെ ഉത്തരവാദിത്വമായതുകൊണ്ട് ആ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ ആപ്പിൾ സർട്ടിഫിക്കേഷനിൽ എനിക്ക് അസറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞിരുന്ന ഫൈനൽ കട്ട് പ്രോ 2011 റിലീസ് ചെയ്യുന്നത്. ഫൈനൽ കട്ട് പ്രോ 10 എന്നുള്ള ആപ്ലിക്കേഷൻ. ഈ സോഫ്റ്റ്വെയർ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു ബാക്ക്ലാഷ് ഉണ്ടായിരുന്നു. കാരണം ബാക്കി എല്ലാ ആപ്ലിക്കേഷൻസും നമ്മൾ നിലവിൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ബാക്കി എല്ലാ ആപ്ലിക്കേഷൻസും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ട്രാക്ക് ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ്. ഡാവിഞ്ചി റിസോൾവോ അഡോബി പ്രീമിയറോ EDSO ആവിഡോ എല്ലാം ട്രാക്ക് ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ട്രാക്കുകളുണ്ട് അതിൻ്റെ. അപ്പോൾ ഈ ട്രാക്കുകൾ ശരിക്കും വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ലീനിയർ എഡിറ്റിംഗിൽ നിന്നാണ് നോൺ ലീനിയർ എഡിറ്റിംഗ് ഉണ്ടായിട്ടുള്ളത്. ലീനിയർ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതെ മാനുവലായിട്ട് ഷോട്ട് 1, 2, 3 എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ആ ഷോട്ടുകൾ എഡിറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. നോർമലി ലീനിയർ എഡിറ്റിംഗ് ഉണ്ടായിരുന്ന കാലത്ത് ആണ് അതിൻ്റെ ഒരു അപ്ഗ്രഡേഷൻ എന്നുള്ള രീതിയിൽ നോൺ ലീനിയർ എഡിറ്റിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാസറ്റ്സിലുള്ള ട്രാക്കുകൾ, അതായത് ഓരോ കാസറ്റിലും പഴയ കാസറ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടൈം കോഡ് ട്രാക്ക് ഉണ്ട്, ഒരു ഓഡിയോ ട്രാക്ക് ഉണ്ട്, ഒരു വീഡിയോ ട്രാക്ക് ഉണ്ട്. ഇങ്ങനെ 3 ട്രാക്കുകൾ ഇതിനുണ്ട്. ഈ റെപ്രസെന്റ് ചെയ്യുന്ന സാധനത്തിനെ കമ്പ്യൂട്ടറിലേക്ക് ഡിജിറ്റൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതേപോലെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ട്രാക്ക് ബേസ്ഡ് ആയിട്ട് സോഫ്റ്റ്വെയർസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കുറച്ചു കാലം മുമ്പ് തൊട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ടേപ്പ് ബേസ്ഡ് അക്വസിഷൻ എന്ന് പറയുന്നത് ഇല്ല. ക്യാപ്ചറിങ് നിർത്തി. അതെ, ടേപ്പുകളില്ല. ഇന്നിപ്പോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെല്ലാം അല്ലെങ്കിൽ കുറെ വർഷങ്ങളായിട്ട് ഷൂട്ട് ചെയ്യുന്നതെല്ലാം ഡിജിറ്റലാണ്. സോ വിച്ച് മീൻസ് ഫയൽ ബേസ്ഡ് അക്വസിഷൻ ആണ്. ഫയൽസ് ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്ത് നമുക്ക് ഒരിക്കലും ട്രാക്സ് കിട്ടുന്നില്ല. അല്ലെ ട്രാക്സ് അതിനകത്ത് എംബഡഡ് ആണ്, പക്ഷെ നമുക്ക് കിട്ടുന്ന ഒരു ഫയലാണ്, ഒരു സിംഗിൾ ഫയലാണ്. ആ ഫയലിനകത്ത് ഓഡിയോ ഉണ്ട്, വീഡിയോ ഉണ്ട്, ടൈം കോഡ് ഉണ്ട്. ഇത് കൂടാതെ ധാരാളം ഇൻഫർമേഷൻസ് ഉണ്ട്, വിച്ച് മീൻസ് ഫയൽ ബേസ്ഡ് ആണ്. അപ്പോൾ ഫൈനൽ കട്ട് പ്രോ എന്നുള്ള സോഫ്റ്റ്വെയർ ആദ്യം തന്നെ റിലീസ് ചെയ്തിട്ടും ഇവർ ഫയൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു നോൺ ലീനിയർ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് റിലീസ് ചെയ്യുക. ഇത് ആളുകളുടെ ഇടയിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കി. കാരണം ട്രാക്ക് ഇല്ല ഇതിൻ്റെ അകത്ത്. അപ്പൊ ഇത്രയും വർഷങ്ങളായിട്ട് 10ഉം 20ഉം അല്ലെങ്കിൽ അതിന് മേലെ വർഷങ്ങളായിട്ട് നോൺ ലീനിയർ എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫ്രണ്ടിലോട്ട് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ വരുന്നു. അതിന്റെ പാക്കേജിങ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, അതിൻ്റെ അത് വർക്ക് ചെയ്യുന്ന രീതി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു എന്താ പറയേണ്ട ഒരു ഡ്രൈവറിന്റെ ഫ്രണ്ടിലോട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു കാറ് കൊടുത്താൽ പാനിക് ആവുന്ന അതേ രീതിയിൽ എല്ലാവരും പാനിക്കായി. ഞാനും പാനിക്കായി. ഞാനും വളരെ ഹാർഡ് കോർ ആയിട്ടുള്ള രീതിയിൽ ഒരു പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇത് വരുന്നത്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഇതാണ് ഇനി അങ്ങോട്ടുള്ള ഒരു ചേഞ്ച് എന്നുള്ളത് മനസ്സിലായി. സോ ഇനിഷ്യലി കുറേ ടൈം സ്പെൻഡ് ചെയ്ത് എക്സിസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ സോഫ്റ്റ്വെയർസും അൺഇൻസ്റ്റാൾ ചെയ്ത് കുറേ ദിവസങ്ങളോളം വീടിനകത്ത് ഇരുന്ന് തന്നെ പ്രാക്ടീസ് ചെയ്ത് കുറേ പ്രോജക്ട്സ് ചെയ്തിട്ടാണ് ബേസിക്കലി ഞാൻ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ പഠിച്ചത്. അപ്പോൾ ആ കഷ്ടപ്പാട് ശരിക്കും എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യലി ലോകത്തിൽ ആദ്യമായിട്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു ഫീച്ചർ ഫിലിം എഡിറ്റ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ലോകത്തിൽ ആദ്യമായിട്ട് ഒരു ഫീച്ചർ ഫിലിം കളർ ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം. FCP 10 ഞാൻ 2015 മുമ്പ് ഏകദേശം ഒരു 12 ഫീച്ചർ ഫിലിംസ് കളർ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കളർ ഗ്രേഡ് ചെയ്തിട്ടുള്ള സിനിമകളിൽ ഓർമ്മയാണ് രസം എന്ന് പറയുന്ന സിനിമ, സാരഥി എന്ന് പറയുന്ന സിനിമ, അങ്ങനെ കുറേ സിനിമകളും കുറേ പരസ്യങ്ങളും.
അതായത് സാധാരണ നമ്മൾ കളർ ഗ്രേഡിങ്ങിന് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിൽ ജനറേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ബെറ്റർ റിസൾട്ടിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ ഇത് തന്നെ സർട്ടിഫിക്കേഷൻ പ്രോസസ്സിൽ എനിക്ക് ഹെൽപ്ഫുള്ളായി. ഇതിന് കൂട്ടത്തിൽ തന്നെ ആ സമയത്ത് കേരളത്തിലെ 2 ചാനലുകളിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള എല്ലാ അസിസ്റ്റൻസും കൊടുക്കുന്നതിനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. കാരണം ആ സമയത്ത് ഫൈനൽ കട്ട് പ്രോ 10 സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നല്ലത് പറയാനോ പൊതുവെ ഇത്തരം പ്രൊഫഷണൽസ് ആരും ഇല്ലാതിരുന്നത് കൊണ്ട് എൻ്റെ സർവീസ് അവർ ഉപയോഗിക്കുകയും ചെയ്തു. അതിലൊരു ചാനൽ സഫാരി ചാനലാണ് എൻ്റെ അറിവിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഫൈനൽ കട്ട് പ്രോ 10 ഉപയോഗിക്കുന്നത്. ഡെഫിനറ്റ്ലി സന്തോഷ് സാറിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വീക്ഷണം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു അവിടെ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്. അതേപോലെ തന്നെ ഷാലോം ടി വിയിൽ അന്നത്തെ ടെക്നിക്കൽ ഡയറക്ടർ ഉണ്ടായിരുന്നു മുകേഷ് ചേട്ടനും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. കാരണം വർഷങ്ങളായിട്ട് നമ്മൾ ഒരുമിച്ച് ഈ ടെക്നോളജിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാനൊരു ടെക്നോളജിയെക്കുറിച്ച് പറഞ്ഞു അതിൻ്റെ അകത്തൊരു കാമ്പുണ്ട്, ഇറ്റ് വർക്ക്സ് എന്നുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും അവർക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുന്നതിനും അതിൻ്റെ അകത്ത് നല്ല റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്നതൊക്കെ പറ്റി. ഇതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ പ്രോസസ്സിലേക്ക് ഞാൻ പോകുന്നത്. സോ ഇറ്റ് വാസ് സോ ഈസി ഫോർ മീ. അപ്പം ഇത്രയും പ്രോസസ്സുകൾ ചെയ്തത് കൊണ്ടാണ് ഈ സർട്ടിഫിക്കേഷൻ കിട്ടിയത്. ആ ഒരു സർട്ടിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞ എക്സാം ഉണ്ട്, അതുപോലെ തന്നെ ആ പ്രോസസ്സ് ഒന്ന് പറയാൻ പറ്റും, എന്തൊക്കെയാണ് ആ സർട്ടിഫിക്കേഷന് വേണ്ടിയുള്ള പ്രോസസ്സുകൾ വരുന്നത്? ഇതിന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ആപ്പിളിനെ അപ്ഡേറ്റ് ചെയ്യാം. അതായത് ഇങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വില്ലിങ് ആണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കാലാകാലങ്ങളിൽ ഈ പ്രൊസീജിയേഴ്സിന് മാറ്റങ്ങൾ ഉണ്ടാവും. ഞാനിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 2012 എനിക്ക് സർട്ടിഫിക്കേഷൻ. ആ സമയത്തുള്ള പ്രോസസ്സ് അത് ഓരോ സമയത്തും അവർ സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ. അപ്പം അന്നത്തെ പ്രോസസ്സുകൾ ഇതാണ്. അപ്പോൾ നമ്മൾ ആദ്യം അവരെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾക്ക് ഇതിനുള്ള ഷെഡ്യൂളും കാര്യങ്ങളും ഒക്കെ കിട്ടും. അതേപോലെ തന്നെ ഇതിനുള്ള എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്തുള്ള എക്സാം സെൻറ്റേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്കൊരു പർട്ടിക്കുലർ ടൈം തരും. ആ ടൈം സ്ലോട്ടിൽ നമ്മൾ ഈ എക്സാം സെൻറ്ററിൽ പോയിരുന്നിട്ട് ഇവരുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. ഓൺലൈൻ, കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിനൊരു ഫിക്സഡ് ടൈമും നമുക്ക് കിട്ടും. പിന്നെ അതൊരു വലിയ കാര്യമുള്ളത് ഇതൊന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല. അത് മാത്രമല്ല ഇതിൻ്റെ പാസ് മാർക്ക് എന്ന് പറയുന്നത് 80% ആണ്. ഓക്കെ, 80% പാസ് മാർക്ക് നമ്മൾ ഒരു എക്സാമിന് അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ഒരു അറിവിൽ അപ്രോക്സിമേറ്റ്ലി അറ്റ്ലീസ്റ്റ് ഒരു 6 months നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വേണം വീണ്ടും അനദർ ട്രൈ നമ്മൾ ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്കത് പാസ്സായി. 96.5 എന്തോ ആയിരുന്നു എൻ്റെ പെർസെൻറ്റേജ് എന്നുണ്ടായിരുന്നു. എക്സാംസും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ FCP ഉപയോഗിച്ച് നമ്മൾ ചെയ്തിട്ടുള്ള മക്സും ആണ് ഇതിന്റെ മാനദണ്ഡം. ഡെഫിനറ്റ്ലി അത് തന്നെ. ഇപ്പം നമ്മളിപ്പോൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ടൂൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം പണ്ട് ആദ്യം അവിഡിൽ എഡിറ്റ് ചെയ്യുന്ന സിനിമകൾ അത് FCP വരുന്നത് അങ്ങനെ പല പല സോഫ്റ്റ്വെയർസ് വരുന്നു. ഇപ്പോഴും ചില ആൾക്കാർ അവിഡിൽ എഡിറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു ഈ സിനിമ അല്ലെങ്കിൽ എഡിറ്റിങ്ങിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് ഒരു ആശ്ചര്യമാണ് ഇപ്പോഴും അവിഡിൽ എഡിറ്റ് ചെയ്യുന്ന സിനിമകളുണ്ടോ എന്നുള്ളത്. അപ്പൊ ഇപ്പോഴും അവിഡിൽ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ധാരാളം ആളുകളുണ്ട്. ഞാൻ ഈ സോഫ്റ്റ്വെയർസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം, ഒരു സോഫ്റ്റ്വെയറിനും നിലവിൽ റൺ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിനും നിലവിലുള്ള ഒരു പ്രോജക്റ്റും റൺ ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷനും ഇല്ല. അഡോബി പ്രീമിയറിലാണെങ്കിലും ആവിഡിലാണെങ്കിലും ഫൈനൽ കട്ട് പ്രോയിലാണെങ്കിലും EDSലാണെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ അറിയാത്ത വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയറിലാണെങ്കിൽ പോലും നിലവിൽ എല്ലാ കാര്യങ്ങളും, അത് മ്യൂസിക് വീഡിയോ ആയിക്കോട്ടെ, ഫീച്ചർ ഫിലിം ആയിക്കോട്ടെ, ഇതെല്ലാം എഡിറ്റ് ചെയ്യുന്നതിനുള്ള ഫങ്ഷനാലിറ്റി ഉണ്ട്, സപ്പോർട്ടും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പം ആവിഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴും പുതിയതായിട്ട് ഞാനൊരു ട്രെയിനർ കൂടിയാണ്. അപ്പോൾ ട്രെയിനിങ്ങിന് വരുന്ന പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ആവിഡ് പഠിച്ചാൽ എന്താണ് കൂടുതൽ എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോ, നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടും. ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് ധാരാളം പോസ്റ്റ് പ്രൊഡക്ഷൻ ഹൗസുകളും ധാരാളം പ്രൊഡക്ഷൻ ഹൗസുകളും ഇത്തരം എക്കോ സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ചൂസ് ചെയ്യുക എന്ന് വിചാരിച്ചാൽ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ കോസ്റ്റ് മാത്രമല്ല ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടില്ല. ആ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ധാരാളം ഹാർഡ്വെയർസ്, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള എക്കോ സിസ്റ്റമാണ്. ഒരു ഫീച്ചർ ഫിലിമിൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ഹൗസിന് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസിന് നമുക്ക് എടുക്കാം. ഒരു വലിയ പ്രൊഡക്ഷൻ ഹൗസിൽ അവിടെ മൾട്ടിപ്പിൾ എഡിറ്റേഴ്സ് ഉണ്ടാവും. ഈ മൾട്ടിപ്പിൾ എഡിറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടിങ് ക്രൂ ഉണ്ടാവും. അങ്ങനെ ധാരാളം ആളുകൾ ഒരു സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവും. അപ്പം ഈ എല്ലാ കാര്യങ്ങളും
റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വലിയ പോസ്റ്റ് പ്രൊഡക്ഷൻ ഹൗസിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ അതിനേക്കാളും കൂടുതലായിട്ട് ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ മെൻറ്റാലിറ്റിയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ സ്വയം മെൻ്റലി തീരുമാനിക്കണം, എനിക്ക് ഈ സോഫ്റ്റ്വെയർ അല്ല വേണ്ടത്, മറ്റേ സോഫ്റ്റ്വെയർ വേണം, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ. അപ്പം ഇതെല്ലാം കൂടി ഒത്തു വന്നാൽ മാത്രമേ ഈ സോഫ്റ്റ്വെയർ മാറി വേറൊരു സോഫ്റ്റ്വെയർ അവിടെ വരുള്ളൂ. അത് വരാത്തിടത്തോളം കാലം ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരെ എല്ലാവരെയും സംബന്ധിച്ച് അവർ വിശ്വസിക്കുന്ന ഒരു കാര്യം, ലോകത്തിലെ ഏറ്റവും പ്രീമിയം സോഫ്റ്റ്വെയർ ഞാൻ ഉപയോഗിക്കുന്ന ഈ സോഫ്റ്റ്വെയർ ആണ് എന്നുള്ളത്. അതിനെക്കുറിച്ച് വളരെ സ്ട്രോങ് ഡിബേറ്റ്സ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ മാത്രമേ ഈ സോഫ്റ്റ്വെയർ ആണോ നിങ്ങളുടെ ഈ എക്കോസിസ്റ്റത്തിൽ ഏറ്റവും നല്ലതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പല ആൾക്കാരും ഇത് ഉപയോഗിക്കുന്നത്. ഇതിങ്ങനെ പല ആൾക്കാരും ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് നമുക്ക് പറയാനും പറ്റില്ല. അതുപോലെ എനിക്കാണെങ്കിൽ അത്ര വലിയ നോളജ് ഒന്നുമില്ല ഇതിനെ പറ്റിയിൽ. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇങ്ങനെ പറയുന്നേക്കാം, അവർ കുറച്ച് നാളായിട്ട് ഫൈനൽ കട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക എഡിറ്റിങ്ങിൽ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് കുറേ ഭയങ്കര സങ്കടമാണ്. പ്രീമിയർ ഞാനെല്ലാം മറന്നു, ഡാവിഞ്ചിയിൽ ഇനി എനിക്ക് തന്നാൽ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞിട്ട് അവർ അത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഇതാണ് എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു രീതി എനിക്കൊന്ന് കറക്റ്റ് ആണോ? അല്ല, ഇതും കറക്റ്റ് അല്ല. ഇതൊരു ഭയമാണ്, മനസ്സിലായില്ലേ? ഞാൻ എപ്പോഴും തമാശയ്ക്ക് എൻ്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് കരക്കമ്പിയാണ്. കരക്കമ്പി എന്ന് വെച്ചാൽ നമുക്ക് റൂമേഴ്സ് എന്ന് പറയാം, പച്ച മലയാളത്തിൽ പറയാനാണ്. അപ്പൊ ഈ റൂമേഴ്സ് പലപ്പോഴും ടെക്നോളജിയെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലാത്ത ആളുകൾ ഇത്തരം റൂമേഴ്സിന്റെ പാർട്ടാണ്. അവരൊരു കാര്യത്തിനെ കുറിച്ച് പറയും, ഇത് ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഇങ്ങനെ ആവുള്ളൂ, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമാണ്, അല്ലെങ്കിൽ ഇന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് നല്ല ജോലി കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചാൽ മാത്രമേ നല്ല ജോലി കിട്ടുള്ളൂ. പക്ഷേ ഞാൻ എപ്പോഴും തിരിച്ച് ഇവരോട് ചോദിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഏതെങ്കിലും ഒരു നല്ല സിനിമ കണ്ടിട്ട് അല്ലെങ്കിൽ നല്ലൊരു ടെലിവിഷൻ പ്രോഗ്രാം കണ്ടിട്ട് നല്ലൊരു പരസ്യം കണ്ടിട്ട് ഏതെങ്കിലും ഓഡിയൻസ് അതിനകത്ത് കൺസേൺഡ് ആവുന്നുണ്ടോ? ഇത് ഏത് സോഫ്റ്റ്വെയറിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്, ഏത് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്? ഒരു ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഫ്രണ്ടിൽ കിട്ടുന്ന എലമെന്റ് വാവ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് ഏത് ടൂളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ആ ഓപ്പറേറ്റർ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഏകദേശം വർഷങ്ങളായിട്ട് ഈ ഫൈനൽ കട്ട് പ്രോ 10 എന്നുള്ള ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണ്. അതേസമയം ഞാൻ ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നിലവിൽ ഉപയോഗിക്കുന്ന ടൂൾ ഡാവിഞ്ചി റിസോൾവ് ആണ്. ഈ രണ്ട് ടൂൾസും അങ്ങനെ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും ഞാൻ ഡാവിഞ്ചി റിസോൾവ് ഉപയോഗിക്കാറില്ല. കളർ ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നിലവിൽ കൂടുതലായിട്ട് ഫൈനൽ കട്ട് പ്രോ 10 ഞാൻ ഉപയോഗിക്കാറില്ല. ഒത്തിരി ആൾക്കാർ ഡാവിഞ്ചി റിസോൾവിൽ എഡിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ട്, നല്ല ടൂളാണ്. ഇത് എൻ്റെ വർക്ക് ഫ്ലോയിൽ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആണെന്നുള്ളത് മാത്രമാണ് ഇതിനകത്തൊരു കാര്യം. ഡാവിഞ്ചി റിസോൾവ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും മോശമായിട്ടുള്ളൊരു ടൂളല്ല. ഈവൻ ഞാനിത് ഉപയോഗിക്കാൻ പ്രൊഫഷണലി ഉപയോഗിക്കാതിരിക്കുമ്പോൾ പോലും ട്രെയിനിങ് ഞാൻ കൊടുക്കുന്നുണ്ട് സ്റ്റുഡൻസിന്. ഡാവിഞ്ചി റിസോൾവിൽ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എഡിറ്റിങ്ങിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നത് അവരതിൽ വളരെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ പാറ്റേൺ ഓഫ് വർക്ക് ഫ്ലോയിൽ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഫൈനൽ കട്ട് പ്രോ ആണ്. അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിലവിൽ എൻ്റെ കളർ ഗ്രേഡിംഗ് വർക്ക് ഫ്ലോയിൽ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഡാവിഞ്ചി റിസോൾവ് ആണ്. അതുകൊണ്ട് മാത്രം അത് ഉപയോഗിക്കുന്നു. ഇതൊരിക്കലും ആജീവനാന്തം ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിട്ടില്ല. നാളെ ഇപ്പോൾ നമ്മൾ വിൻഡോസിന്റെ മൂവി മേക്കർ എന്ന് പറഞ്ഞ നാളെ മൂവി മേക്കർ വളരെ ബ്രില്യൻ്റ് ഓപ്ഷൻസോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഐ വിൽ ട്രൈ ഇറ്റ് ഔട്ട്. മൂവി മേക്കറിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയ, പക്ഷെ ഇവിടെ ധാരാളം സിനിമകൾ അങ്ങനെ ചെയ്തതായിട്ട് മൂവി മേക്കറിൽ എഡിറ്റ് ചെയ്തു എന്നുള്ളതല്ല. ധാരാളം സിനിമകൾ, ധാരാളം ഒത്തിരി നമ്പേഴ്സ് അല്ല, പക്ഷെ ചില സിനിമകൾ സോണി വെഗാസ് പോലുള്ള സോഫ്റ്റ്വെയർസിൽ എഡിറ്റ് ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അഡോബി ആഫ്റ്റർ എഫക്ട്സിൽ കളർ ഗ്രേഡ് ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട്. ഈ സിനിമകളൊക്കെ ഇവിടുത്തെ ഹ്യൂജ് ഹിറ്റ്സ് ആയിട്ട് ഓടിയിട്ടുള്ളതായിട്ടാണ് എനിക്ക് അറിവ്. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള പേഴ്സണൽ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സിനിമകളുടെ പേര് കോട്ട് ചെയ്ത് പറയാത്തത്. പക്ഷെ എൻ്റെ ഒരു അറിവിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മളിപ്പം ഈ ഒരു എഡിറ്റിംഗ് അല്ലെങ്കിൽ എഡിറ്റർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനെ പറ്റി നമ്മൾ പ്രേക്ഷകർക്ക് ചിലപ്പം ഈ പറഞ്ഞ ആദ്യം ആ നോളജ് കുറവായിരിക്കും, പക്ഷെ ഭയങ്കര ഡീപ്പറായിട്ടുള്ള ഒരു ടോക്ക്. അത് വളരെയധികം സാർ താങ്ക് യു സോ മച്ച്.